ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഫിഫ. ഞാൻ അഞ്ജലി. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ക്രിപ്റ്റോ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതൊരു ഡിജിറ്റൽ അസറ്റാണ്. അതെ. അപ്പോൾ ജനങ്ങളിലേക്ക് ഇത് എങ്ങനെ ഏണിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പ്രൈസ് കുറയുമ്പോൾ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും പ്രൈസ് കൂടുമ്പോൾ അത് വിപണിയിലേക്ക് എത്തിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് അത് പ്രോഫിറ്റായി മാറുന്നത്. ശരിയാണ്. അപ്പോൾ ഇതേപോലത്തെ പ്രൊജക്റ്റുകളാണ് ഇനിയും നമുക്ക് ജനങ്ങൾ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ന് നമ്മൾ അപ്പെക്സ് എന്ന പ്രൊജക്റ്റിനെ പറ്റിയാണ് ജനങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ വിപണന രംഗത്തേക്ക് വേറിട്ടൊരു ശൈലിയുമായി കടന്നു വന്ന ഒരു ടോക്കണാണ് അപ്പെക്സ് ടോക്കൺ. എന്തുകൊണ്ടാണ് അപ്പെക്സ് ടോക്കൺ ഒരു വിശ്വസനീയമായ പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്നത്? അപ്പെക്സ് ടോക്കൺ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിയൽ ടോക്കണാണ്. അതുകൊണ്ടാണ് ഇത് വിശ്വസനീയമാണെന്ന് നമ്മൾ പറയുന്നത്. ഈ അപ്പെക്സ് ടോക്കൺ തുടങ്ങിയിട്ട് ഏകദേശം എത്ര മാസങ്ങളായി? ഏകദേശം ഒരു 9 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ അപ്പെക്സ് ടോക്കണിലേക്ക് സാധാരണക്കാരായ ആളുകൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ അപ്പെക്സ് ടോക്കൺ ഒരു $50 കൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതിലൂടെ ഏണിങ്സും കിട്ടും. നമുക്ക് അപ്പെക്സ് ടോക്കൺ സ്റ്റോക്ക് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യുമെങ്കിൽ അങ്ങനെയും നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങനെയും നേട്ടങ്ങൾ നേടാൻ കഴിയും. ഈ അപ്പെക്സ് ടോക്കൺ ഒരു ഇന്റർനാഷണൽ പ്രൊജക്റ്റ് ആണോ? ഇതിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടോ? ഇതിൽ മലയാളികളുണ്ട്. ഇതിൽ അഭിജിത്ത് മാണി എന്ന് പറയുന്ന ഒരു മലയാളിയാണ് കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാരും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചിട്ടുമുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നത്? അതായത് 1% തൊട്ടിട്ട് 3% വരെയാണ് ഈ അപ്പെക്സ് ടോക്കണിന് വരുമാനം ജനങ്ങൾക്ക് എത്തിക്കുന്നത്. പക്ഷെ അത് അവർ പറഞ്ഞതുപോലെ തന്നെ അവർ ക്ലിയർ ആയിട്ട് മുന്നോട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫുള്ളി ട്രേഡിങ്ങിലൂടെയാണ് ഇത് അവർക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം പല പ്രൊജക്റ്റുകളും മണി റൊട്ടേഷനിലൂടെയാണ് റിട്ടേൺ കൊടുക്കുന്നത്. പക്ഷേ ഇത് പക്ക ട്രേഡിങ്ങിലൂടെയാണ് റിട്ടേൺ കൊടുക്കുന്നത്. ഇവരുടെ ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇവർ റീസെൻ്റ് ആയിട്ട് ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ചെയ്ത ടോക്കണാണ് അപ്പെക്സ്. അതേപോലെ തന്നെ മറ്റുള്ള എക്സ്ചേഞ്ചുകളിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിനും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ തുടങ്ങിയിട്ട് 9 മാസമായല്ലോ. ഇനി ഇത് എത്ര കാലം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം? നമ്മളൊരു പ്ലാറ്റ്ഫോം മുന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതെങ്ങനെയാണ് ഏതാണെന്നൊക്കെ. ഒരു മണി റൊട്ടേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ഇത് അധിക കാലം മുന്നോട്ട് പോകില്ല. അതായത് ജനങ്ങൾ ഇതിലേക്ക് മണി എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്ര കാലം ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകും. പക്ഷേ ഇതങ്ങനെയല്ല, ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് അവരെന്താണ് ഇതിങ്ങനെ മുന്നോട്ട് ഇതേപോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം ഇത് മുന്നോട്ട് റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറും. ഈ പ്ലാറ്റ്ഫോം 1% മുതൽ 3% വരെ പ്രോഫിറ്റ് നൽകുന്നുണ്ട് പറഞ്ഞല്ലോ. ഇത് എല്ലാ ദിവസവും ഉണ്ടോ? അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നാണ്. അതിൽ ഈ ഹോളിഡേയ്സ് അങ്ങനെ വരുമ്പോൾ അവർ ട്രേഡിങ്ങും മുടങ്ങും. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നും കുറയും. എന്നാലും ഈ 1% മുതൽ 3% പറയുന്നത് വരെ ഇവർ പ്രോപ്പറായിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യുക? അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതുവഴി നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിലിപ്പോൾ ജോയിൻ ചെയ്യാൻ $50 മിനിമം എന്ന് പറഞ്ഞല്ലോ. INR ആയിട്ട് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ? അപ്പെക്സ് ടോക്കൺ എന്നതൊരു ക്രിപ്റ്റോ പ്രൊജക്റ്റാണ്. അതൊരു INR വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് USDT ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിലെ മെയിൻ ലീഡേഴ്സൊക്കെ ലൈവിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ലീഡറാണ് അഭിജിത്ത് മാണി. അവർ കാണേണ്ടവരെ കാണുന്നുണ്ട്. എനിക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ട്, സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. എല്ലാ ഹെൽപ്പും അവർ മുഖേന നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ 1% മുതൽ 3% വരെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമാണോ ഇതുകൊണ്ടുള്ള ലാഭം? അല്ല. അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്നത് നമുക്കത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് അതിൻ്റെ ഡബിൾ ആയിട്ടാണ് നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അഞ്ജലി, ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടോക്കൺ ആണെന്ന് തോന്നുന്നു. ക്രിപ്റ്റോ മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ. അത് പറയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്ന് വെറും 4500 രൂപയ്ക്കാണ് ജനങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടണത്. അതും അല്ലാണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ടോക്കൺ എടുത്തു വെക്കാം.
അത് പ്രോഫിറ്റ് കൂടുന്ന സമയത്ത് സെയിൽ ചെയ്തിട്ടെങ്കിൽ അത് ഇരട്ടി ലാഭമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നല്ലൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് ജനങ്ങൾ യൂസ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ, ബാക്കി നമ്മളെ ലീഡേഴ്സ് അവിടെ ഹെൽപ്പ് ചെയ്തോളും. അപ്പോൾ ഈ വീഡിയോ എന്നെപ്പോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ജെനുവിൻ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്കും തിരിച്ചു തരണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.